ഇംഗ്ലീഷിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ട്സ് ഉണ്ട്. വെൻ ഐ ഈസ് റീപ്ലേസ്ഡ് ബൈ വി, ഐ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനെ WE എന്ന അക്ഷരം കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഈവൻ ഇൽനെസ് ബിക്കം വെൽനെസ്, അസുഖം സുഖമായി മാറും. ഈ ഐ എപ്പോഴും സൂചിപ്പിക്കുന്നത് ഞാൻ, എൻ്റെ, പക്ഷെ വി നാം, നമ്മുടെ. ഈ വി എന്ന മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കൂ. സാമൂഹ്യ പ്രതിബദ്ധത എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ വഴികാട്ടി, അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച്, ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ മിസ്റ്റർ ജസ്റ്റിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു വളരെ വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ്. ഷീ ഈസ് ആൻ എഡ്യൂക്കേറ്റർ, സോഷ്യൽ എനേബ്ലർ, മോട്ടിവേഷണൽ സ്പീക്കർ, ഓഥർ എന്ന മേഖലകളിലെല്ലാം പ്രശസ്ത. ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ജോസ് കെ മാണിയുടെ പ്രിയ പത്നി. മിസ്സസ് നിഷ ജോസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു ദ ഷോ. നമ്മൾ അധികം സംസാരിക്കുന്ന, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത്. എത്ര പേര് പ്രാവർത്തികമാക്കും എന്നുള്ളത് സംശയകരമാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്? ഒരു വിശാലമായിട്ടുള്ളൊരു ആൻസർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് രജനി തന്നിരിക്കുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വീകരിച്ചാണ് ഈ സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥ, അങ്ങനെ വന്നിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതെൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരായിക്കോട്ടെ, ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തീറ്റിപ്പോറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് ജീവിതമാർഗം തരുന്ന, എനിക്ക് ഫെയിം തരുന്ന എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്. അവർ ചിലപ്പോൾ ഉള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു, ഇതാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ശരിക്കും ഈ പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, എക്സാക്ട്ലി ആ പ്രൊഫൈലിൽ പറഞ്ഞ പോലെ സോഷ്യൽ എനേബ്ലർ ആണ് നമ്മുടെ നിഷ മാം. അപ്പം മാമിനോട് ചോദിക്കാനുള്ളത് ഈ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം മാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ഷോയിൽ എൻ്റെ ആവുമ്പോഴത്തേനും ഏകദേശം, ബിക്കോസ് ഒരു പാർട്ട് മാത്രമേ ഓഡിയൻസ് കാണുന്നുള്ളൂ, ഒത്തിരി കാര്യങ്ങൾ ഹിഡൻ ആയിട്ട് മാം ചെയ്യുന്ന കാര്യങ്ങളും. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാമിന് കുഞ്ഞിലേ തുടങ്ങി ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഈ ഒരു മേഖല? ഞാൻ അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മനസ്സിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ജേർണി ഇൻ ലൈഫ്. ആ ലൈഫിൽ വ്യക്തികൾ വരും. നമ്മുടെ പേരൻസ് ആകാം, നമ്മുടെ ചുറ്റിനുള്ളവരാകാം, അയൽവക്കംകാരാകാം, നമ്മൾ പരിചയപ്പെടുന്ന ആകാം. പക്ഷെ അത് കൂടാതെ എൻവയറമെന്റ് ഉണ്ട്, അത് കൂടാതെ പല ഈവൻ ആനിമൽസ് വരെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 360-degree ലുക്ക് അറ്റ് എവറിത്തിങ് അറൗണ്ട് അസ്. എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഹോളിസ്റ്റിക് അപ്രോച്ച്. പിന്നെ എൻ്റെ ജേർണി എപ്പം തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഐ തിങ്ക് ഈ ജന്മം ചെയ്ത ആ ഒരു നിമിഷം തൊട്ട് എൻ്റെ ജേർണി തുടങ്ങി. ബിക്കോസ് എൻ്റെ പേരൻസ് വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പം എന്നെ കൊണ്ടുപോയിരുന്നു ചെറുപ്പത്തിലോട്ടെ. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഐ വാസ് ജസ്റ്റ് എ പാർട്ടിസിപ്പേറ്ററി പേഴ്സൺ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ശരിക്കും ഒരു റിയൽ ഒരു ഫീലിംഗ് ടുവേർഡ്സ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വന്നെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 8th സ്റ്റാൻഡേർഡിൽ വെച്ചൊരു
ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇരുന്നപ്പം ഞാനിപ്പോഴത്തെ ഓഡിയൻസിലിരുന്നു. എൻ്റെ പേരൻസിൻ്റെ കൂടെ വെറുതെ ഞാൻ ചെന്നതേ ഉള്ളൂ. അപ്പം റോട്ടറി ക്ലബ്, ചേർത്തല റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ഒരു പ്രോഗ്രാം 8th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോൾ, ഓഡിയൻസിലിരിക്കുമ്പം ഒരു ഫീലിംഗ് വന്നു, യഥാർത്ഥത്തിൽ ആരാണ് ബ്ലൈൻഡ്? ഇത്രയും നാൾ ഞാനായിരുന്നു ബ്ലൈൻഡ്. ഞാൻ എത്രയോ പ്രോഗ്രാംസിനും ഓർഫനേജസിലും ഒക്കെ എൻ്റെ പേരൻസിൻ്റെ കൂടെ പോകുമായിരുന്നു. ബട്ട് എനിക്ക് തോന്നിയത് ഇന്നാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത്, ഞാൻ ഇത്രയും നാൾ ബ്ലൈൻഡ് ആയിരുന്നു. ഹൗ മച്ച് ആ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതും അവരിൽ നിന്ന് തന്നെ കുറേ നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും അന്ന് തുടങ്ങി ഒരു റിയലൈസേഷൻ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹോൾ സെൽഫ് കൊടുത്തുകൊണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. വലുതായിട്ടൊന്നും ചെയ്തില്ല. 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിലൊന്നും അങ്ങനെ വലുതായി. ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം, അത് ചെറിയ രീതിയിൽ. പക്ഷെ കൂടുതൽ ഡിഗ്രിക്ക് പഠിക്കാൻ കയറിയപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിരുന്നു. 1, എൻ്റെ അങ്കിൾ, മാത്തുക്കുട്ടി അങ്കിൾ, എറണാകുളത്തുള്ള മാത്തുക്കുട്ടി അങ്കിൾ എനിക്കൊരു ബൈബിൾ ഗിഫ്റ്റായിട്ട് തന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു ബൈബിളില്ല. ബൈബിൾ വായിക്കും, അത് ഏത് ബൈബിൾ കിട്ടിയാലും വായിക്കും. വീട്ടിലിരിക്കുന്ന ഏത് കോണിലിരിക്കുന്ന ഒരു ബൈബിൾ കിട്ടിയാൽ. പക്ഷെ സ്വന്തമായിട്ടൊരു ബൈബിൾ കൈ വന്നപ്പം എന്തോ ഒരു വ്യത്യാസം വന്നു ലൈഫിൽ. എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. നമ്മൾ നോക്കുമ്പോൾ, ഒരു പാറ്റേൺ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് സംതിങ് ഓഫ് മൈ ഓൺ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായി മാറി. ആൻഡ് അറിയാതെയോ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ ഓരോ കാര്യങ്ങളങ്ങ് നടക്കുമായിരുന്നു ലൈഫിൽ. ആൻഡ് ഐ വാസ് ജസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് നോട്ട് ജസ്റ്റ് എ പാർട്ടിസിപ്പൻറ്റ് ബട്ട് ഫുള്ളി പാർട്ടിസിപ്പേറ്റിംഗ് ആ ഒരു ഇതിൽ. പിന്നെ രണ്ടാമതൊരിത്, എൻ്റെ ഒരു ഫ്രണ്ട് ഓംന, ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും മലയാറ്റൂർ മല കയറാനായിട്ടൊരു പ്ലാൻ ഇട്ടു കോളേജിൽ നിന്ന്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവനും അത് കഴിയുമ്പോൾ നമ്മളൊരു സ്ട്രീമിൻ്റെ അവിടെ കൊണ്ട്, എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയി കുളിക്കാം, കളിക്കാം, അത് മാത്രം ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പിന് പോയത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. അന്ന് കയറിയ മല എവ്രി ഇയർ ഇപ്പം ഞാൻ കയറാറുണ്ട് സ്ഥിരം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതൊരു റിലീജിയസ് ഇതാണോ? ഒന്നുമില്ല. ഓരോ സ്റ്റേഷനിൽ വരുമ്പോൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനിതിനൊരു റിലിജനായിട്ടല്ല നോക്കുന്നത്. ആ മല കയറുന്നത് ഐ ടേക്ക് ഇറ്റ് ആസ് എ വേ ഓഫ് മൈ ലൈഫ്, ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മലയാറ്റൂർ മല കയറി ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം മാം പറഞ്ഞതുപോലെ ഫാമിലിയിൽ നിന്ന് ചെറുപ്പം മുതലേ പാരൻസിനെ കണ്ടു അങ്ങനെ. അപ്പോൾ യൂഷ്വലി നമുക്കിങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നത് നമ്മുടെ ഫാമിലി, അതൊരു ഫാക്ടറാണ്. ഇങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണോ ഇല്ലെങ്കിൽ നമുക്കിത് അക്വയർ ചെയ്യുന്നതാണോ? എങ്ങനെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്? തീർച്ചയായിട്ടും അക്വയർ ചെയ്യുന്നതാണ്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലർക്ക് ഒരു ജന്മന തന്നെ ഒരു വാസനയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു സ്റ്റഡീസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ട് എനിക്കൊന്ന് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന സമയത്ത് ഇത് കൂടുതലും അല്ലെങ്കിൽ ഭൂരിഭാഗവും അക്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു എളുപ്പമുള്ള ഒരു വശം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് അക്യൂർ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഷാമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേരൻസിൽ നിന്ന് കണ്ടു വളരുന്നവർ അല്ലെങ്കിൽ എൻവയറമെൻറ്റിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നവർ, ഇവരാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ബോധ്യങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകുന്ന ബോധ്യങ്ങൾ ചിലരെ സോഷ്യലി കമ്മിറ്റഡ് ആക്കി മാറ്റാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും സോഷ്യലി കമ്മിറ്റഡ് അല്ലെങ്കിൽ കൂടിയും അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഈ ഹെയർ ഫോർ ഹോപ്പിൻ്റെ അംബാസിഡറാണ് നമ്മുടെ ക്യാൻസർ പേഷ്യൻസിന് വിഗ് കൊടുക്കുന്നത്. അത് കൂടാതെ മാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹർത്താൽ വരുമ്പം അതൊക്കെ ഒന്ന് വിവരിക്കാമോ? പിന്നെ ഫ്ലഡിൻ്റെ ടൈം, ഞാൻ ഹർത്താലിൻ്റെ ഇത് എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. ഇതുപോലെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോയി, തിരുവല്ല സൈഡിലൊരു പേഷ്യൻറ്റിനെ കാണാൻ പോയതായിരുന്നു അളവെടുക്കാനായിട്ട്. വിഗിൻ്റെ അളവെടുക്കാൻ പോയപ്പം അവർ പറയാ മറ്റന്നാൾ ഹർത്താലാണ്. അപ്പം ഹർത്താൽ വരുമ്പോഴത്തേക്കിന് അവർക്ക് 4 ഇരട്ടി കാശ് കൊടുത്ത് വേണം ടാക്സി പിടിച്ച് RCC പോകാനായിട്ട് ട്രീറ്റ്മെൻറ്റിന്. അവർ RCCയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഈ ഹർത്താൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നാമത്തെ പൈസയുടെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇതും കൂടെ വന്നപ്പം പക്ഷെ ഞാൻ പോവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, പക്ഷെ അപ്പോൾ കല്ലേറൊന്നും നടക്കത്തില്ലേ, പേടിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, കല്ല് എറിഞ്ഞാലും എനിക്ക് അതൊരു റിസ്ക് ഞാൻ എടുക്കും, എന്തായാലും
ഞാൻ മരിക്കും, എപ്പോഴെങ്കിലും ഒരു ദിവസം മരിക്കും, അപ്പം ഞാൻ എന്തായാലും പോയിരിക്കും. ബിക്കോസ് എനിക്ക് ഒരു ദിവസത്തെ ഈ ഒരു ഇത് പോയാൽ മാറിക്കിട്ടിയാൽ, ഈ ട്രീറ്റ്മെന്റിന്റെ കീമോയുടെ ഇത് മാറിക്കിട്ടിയാൽ പിന്നെ എനിക്കിനി എപ്പോഴാണ് അടുത്ത അപ്പോയിന്റ്മെന്റ് വരുന്നതെന്ന് അറിയത്തില്ല. ആൻഡ് ഓരോ ട്രീറ്റ്മെന്റ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടുക എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. ഇത് കേട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ഈ ഹർത്താലിൻ്റെ അന്ന് ഞാനും എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്നാത്തിന് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നത്, ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുന്നു, പിള്ളേരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോഴാണ് ആദ്യത്തെ ഇതിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിലിട്ടു ഞാൻ. അപ്പം ഞാൻ ആലപ്പുഴയിൽ പോകുമായിരുന്നു. അപ്പം ഈ ഹർത്താലാകുമ്പോൾ നമ്മൾ പാക്കപ്പ് ചെയ്ത് വീട്ടിൽ പോവുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ ആലപ്പുഴയിൽ പോകുമ്പോൾ ഇട്ടു, ഞാൻ ആലപ്പുഴയിലുണ്ട് ഇന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി, മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ ഐ എം അവൈലബിൾ, എൻ്റെ നമ്പറും കൊടുത്തു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഈ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോരുത്തരെയും ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യും, മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിനെ എടുത്തുകൊണ്ട് പോകും. അപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഒരാളെ എടുത്തുകൊണ്ട് കൊണ്ടുപോയാൽ അവർക്ക്, എസ്പെഷ്യലി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർ, അവരങ്ങ് സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഇറക്കുക, ഒരാളെ കടുത്തുരുത്തിയിലാക്കി. അയാളിപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായി മാറി, അയാളിപ്പം ജോയിൻ ചെയ്തു, ഒരു ചെയിൻ റിയാക്ഷൻ. പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ ഇത്രയും സെൽഫിഷ് ഒരാള് എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സെൽഫിഷ് ഒരാള് ഞാനല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. ഇത് കിട്ടിയപ്പോ തൊട്ട് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്. ചേഞ്ച് പ്രോസസ് അവിടെ ചേഞ്ച് ഉണ്ടായി വളരെ വലിയ. സോ ഈവൻ നമ്മളുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് വേറൊരു ഡോമിനന്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ സോഷ്യലി ആക്റ്റീവ് ആക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ്, യുവതലമുറ ഇങ്ങനെ വലിയ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒന്നും അവർക്കില്ല എന്നുള്ളത്. അത് അതിന്റെ വസ്തുത എന്താണ്? ഞാൻ അതിൽ ഒട്ടും യോജിക്കുന്നില്ല. എന്റെ കൂടെ ഒത്തിരി വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈവൻ ഫ്ലഡ്സിന്റെ ടൈമിൽ പോലും 2 ബാച്ചസ് ആയിട്ടാണ് റെസ്ക്യൂന് ഇറങ്ങിയത്. അത് 1 വാസ് താഴ്ത്തങ്ങാടിയിലുള്ള ഒരു 8-9 ബോയ്സ് ഉണ്ടായിരുന്നു, യങ് ബോയ്സ്. അവർക്കൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി, പക്ഷെ അവർ വന്നു. പിന്നെ ബ്ലഡ് ഡോണേഴ്സ് കോട്ടയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരും ചില ദിവസങ്ങൾ ഇങ്ങനെ മാറി ഇവരായിരുന്നു. ഇറ്റ് വാസ് ദ യൂത്ത്. എവിടെ പോയാലും യൂത്തിനെയായിരുന്നു കണ്ടേ. അത് ശരിക്കും നമ്മുടെ ആ ടൈമില് അത് സംഭവിച്ചു ബ്ലഡ്. പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ഇതൊക്കെ ഒരു ടൈം ഫാക്ടറും കൂടിയുണ്ട്. അതായത് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മോബ് സൈക്കോളജിയുടെ ഒരംശം കൂടി അതിൻ്റെ അകത്ത് ഭാഗമായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപറ്റം ആൾക്കാർ യൂത്ത് ഒരുമിച്ച് ഇറങ്ങുകയാണെങ്കിൽ യൂത്ത് ഇറങ്ങും, പക്ഷേ അല്ലെങ്കിൽ യൂത്ത് ഇറങ്ങില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ചില യൂത്തിനോട് നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു, നിനക്കിത് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി അവർ അത് ചെയ്യില്ല. എന്നാൽ ഒരു 10 പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിനക്ക് അവിടെ പോയിട്ട് ബഹളം വെക്കാവോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. ഇത് അതുമായിട്ടും കൂടി ഒന്ന് ബന്ധമുണ്ട്. ഇപ്പം ഫ്ലഡിന്റെ സമയത്ത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേർ ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ, യൂത്ത് ഇറങ്ങാൻ തുടങ്ങി. അവർ ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമാണ് കേട്ടോ. നമ്മുടെ ഈ തലമുടി നീട്ടിയുള്ള പിള്ളേരെ കുറിച്ചൊക്കെയുള്ള ആ ധാരണകളൊക്കെ കംപ്ലീറ്റ് മാറ്റി മറിച്ച ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഫ്ലഡ് ചെയ്തത്. അവിടെ അവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു. അവിടെ ഇപ്പം എപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന പയ്യെന്ന് അല്ലെങ്കിൽ പെൺകുട്ടി എന്ന പേര് കേട്ടിരുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ആ മൊബൈലിനെ വളരെ ക്രിയേറ്റീവായി, പോസിറ്റീവായി, കമ്മിറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേരെ രക്ഷിച്ച സംഭവങ്ങൾ. അപ്പം യൂത്തിന് ശരിയായ രീതിയിൽ ഓറിയന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ യൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും പ്രൊഡക്റ്റീവാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഞാൻ നിഷാമാവിനോട് യോജിക്കുന്നു. പക്ഷേ ഓറിയന്റേഷൻ ഇല്ലെങ്കിൽ, ആ ചാനലൈസിങ് പ്രോസസ് ഇല്ലെങ്കിൽ, യൂത്ത് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവാണ് എപ്പോഴും. ഓക്കെ, എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ മെന്റൽ കൺട്രോളുള്ള, മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന യൂത്ത് മാത്രമേ അല്ലാതെ വരുള്ളൂ. ഒരു മോബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്ട്രക്റ്റീവായി മാറാനുള്ള സാധ്യത. ഞാൻ അതിൽ അത്രയും എഗ്രി ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇൻസിഡൻറ്റുകളിലും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂത്ത് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഒരു സംഭവങ്ങൾ പലപ്പോഴും സംഭവിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ കുറ്റമാണ്. നമ്മളിവനെ പൊട്ട എന്നും ഇവളെ മണ്ടി എന്നും ഒക്കെ നമ്മൾ വിളിച്ച് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ നിഷാമാൻ പറഞ്ഞത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് സത്യമാണ്. കാരണം എന്ന് പറയുന്നത്, ഒരു യൂത്തിനെ വളരേണ്ട രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വളരേണ്ട രീതിയിലാണ് യൂത്തിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. അതും അതിൻ്റെ അകത്തൊരു ഭാഗമാണ്. ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും യൂത്ത് വളരെ നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഏത് മനുഷ്യനാണ് മോശമായിട്ടുള്ളത്? എല്ലാ മനുഷ്യനും നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഒരു ജനറലൈസ് ചെയ്യുക. നമ്മളിപ്പം
ഇപ്പൊ നമ്മൾ പറയും പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയാ, അഡ്വക്കേറ്റ്സ് ഇങ്ങനെയാ, ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇങ്ങനെയാ, നഴ്സുമാരാണെങ്കിൽ ഇങ്ങനെയാ, യൂത്ത് ആണെങ്കിൽ അങ്ങനെയാ. അങ്ങനെ നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്യരുത്. ബിക്കോസ് എവറി വൺസ് ബ്യൂട്ടിഫുൾ ഇൻ ദെയർ ഓൺ വേ. അവിടെ ഞാൻ പറഞ്ഞു എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരും മിടുക്കരാണ്. പക്ഷേ സാഹചര്യം, അതാണല്ലോ എൻവയറമെന്റ് സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം നമ്മുടെ ഈ ഫ്ലഡ് ടൈമില്ലേ മാം പറഞ്ഞു കുറെ യൂത്ത് ഉണ്ടായിരുന്നു കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് എല്ലാം ഭയങ്കര റിസ്കി ഫാക്ടേഴ്സ് നിറഞ്ഞ സംഭവമാണ്. പാമ്പുകളും അത് അപ്പൊ രസകരമായ കുറെ പാമ്പായിട്ടൊരു നല്ലൊരു അനുഭവമുണ്ട്. ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് ഞാനും ധന്യ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നപ്പം മെഡിക്കൽ ക്യാമ്പിന്റെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഫ്ലഡിന്റെ ഫസ്റ്റ് ഫ്ലഡിന്റെ ടൈമില് ക്യാമ്പും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കുറെ ഈ കോളനിയിൽ കുറെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഒരു എന്തോ ഒരു കാര്യം ചെയ്തു, അത് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടായി ഡപ്പ, ഒരു ഹോർലിക്സ് കുപ്പി, ഒരു ഡപ്പേൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, ആ പാമ്പിനെ ഇങ്ങോട്ട് താന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മേടിച്ചു, അവരുടെ നിന്ന് മേടിച്ചു. അവർ പറഞ്ഞു ചേച്ചിക്ക് വേണോ, എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പൊ ഞാൻ എടുത്തപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആള് ധന്യ എന്ന് പറഞ്ഞാൽ വളരെ വെരി സിമ്പിൾ ഗേൾ, വളരെ പ്രാക്ടിക്കൽ, ലൈഫ് എല്ലാം അറിയാം. എൻ്റെ അടുത്ത് ചേച്ചി ഈ പാമ്പിനെയും കൊണ്ട് തന്നെ ഞാൻ പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല, അത് അണലിയ, ചെറിയ സാധനം. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളിക്കാരത്തി, ഞാൻ വളരെ പ്രാക്ടിക്കൽ, പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു റൂളുണ്ട്, നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് ഇതിനെ ഏൽപ്പിക്കണം, ഇത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് അങ്ങനെയൊക്കെ കുറെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ശരി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കൂടെ കുറെ സ്റ്റുഡൻസും ഡോക്ടേഴ്സും ഒക്കെ എൻ്റെ കാറിലുണ്ടായിരുന്നു. ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഇതിന് ഇച്ചിരി തൊളയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഞാൻ എൻ്റെ കാലിന്റെ സൈഡിൽ അവിടെ എനിക്ക് വെക്കാം, വേറെ ഒരിടത്തും വെക്കാൻ ആരും സമ്മതിക്കുന്നില്ല. അപ്പൊ എൻ്റെ കാലിന്റെ സൈഡിൽ ആ ബോട്ടിൽ വെക്കുന്ന എൻ്റെ പൊത്തിന്റെ അവിടെ കൊണ്ട് ഇതിനെ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്ന വഴിക്ക് പുറകിൽ ഇവിടെ ഇരുന്നോണ്ടും ഓരോരുത്തരും പാമ്പിനല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ മെയിൻ റീസൺസ് അന്ന് ആ പാമ്പിനെ എടുക്കാൻ കാരണം ഈ വൈപ്പർ പോലത്തെ പാമ്പുകള് ഡ്രഗ്സിന് ഉപയോഗിക്കും കുട്ടികള്. അപ്പൊ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തല്ല, പാമ്പിനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല, അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാമ്പിനെ എടുത്തോണ്ടും പോകുന്നത്. അപ്പം ഈ സാധനം മുട്ടായി ഡപ്പേന്റെ അവിടെ അല്ല ഈ ഹോർലിക്സ് ഡപ്പേന്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ പാമ്പ് കാലിക്കൂടെ കേറുന്നുണ്ടോന്ന്. ശരിക്കും ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ഇത് നോക്കും, കുഴപ്പമില്ല. ഓരോ പ്രാവശ്യം ഞാൻ ഇത് പൊക്കുമ്പോ പുറകെ എനിക്ക് കേൾക്കാം ടെൻഷൻ തിരിച്ചു വെക്കുമ്പോ. ഏതായാലും ഈ പാമ്പിന് ലാസ്റ്റ് ഞങ്ങൾ SB കോളേജിലെ പ്രോഗ്രാമും കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി ഫോറസ്റ്റിൽ കൊണ്ടുപോയി കൊടുത്തു. ഫോറസ്റ്റിൽ കൊണ്ടുപോയി ആളുടെ കൊടുക്കാൻ ചെന്നപ്പോൾ അയാള് സാധാരണ പാമ്പിനെ ഞങ്ങൾ പോയി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ആദ്യമായിട്ട് ഒരു പാമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ഇൻസിഡന്റ് പറയാൻ കാരണം എന്നാന്ന് വെച്ചാല് നമ്മളൊരു ഗുഡ് ആക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഞാൻ Psalm 91 വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ ദിവസവും പറയുന്ന, whoever goes to the Lord for safety, whoever remains under the protection of the Almighty can say to me, you are my Lord and my defender. അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ you will trample down lions and snakes, fierce lions and poisonous snakes. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ. അതൊന്ന്. രണ്ടാമത് ഇത് കഴിഞ്ഞ് ഫ്ലഡ്സ് അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലേണ്ട ഒരു സാഹചര്യം. 8 മണി രാത്രിയിൽ ഞാനും ആഷിക്ക് എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ ആ സ്ഥലത്ത് കുമരകത്ത് ഉള്ളിൽ ഈ ഒരു ഫാമിലി, ഹാൻഡിക്യാപ് ചൈൽഡും ഫാമിലിയും പെട്ടുകിടക്കുമല്ല, അവർ അറിഞ്ഞുകൊണ്ട് അവിടെ താമസിച്ച. പക്ഷെ അവർ പെട്ടുകിടക്കാന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊവിഷൻസ് തീർന്നു. അപ്പൊ ഞങ്ങള് ടോർച്ച് ഒരു സ്ഥലത്ത് ഇറങ്ങി, ടിപ്പറിൽ ഇറങ്ങിയിട്ട് പിന്നെ ടോർച്ച് അടിച്ച് നടക്കും. ഈ ടോർച്ച് അടിക്കുമ്പം നമുക്ക് കാണാം പാമ്പുകൾ ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഒരൊറ്റ പാമ്പ് പോലും അതിന്റെ ട്രാക്ക് മാറി ഇങ്ങോട്ട് വന്നില്ല. അതും ഈ ഫുൾ ടൈമിൽ എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് ഞാൻ ഈ ഡീപ്പായിട്ടുള്ള ഇത്രയും വെള്ളത്തിൽ കൂടി പോയിട്ട് ഒരു പോറൽ പോലും ഏക്കാതെ ഇറങ്ങി വന്നേ ആ വെള്ളത്തിൽ നിന്ന്. ഓരോ ദിവസം വൈകുന്നേരം രാത്രി 6 മണി 7 മണിയൊക്കെ തിരിച്ചെത്തുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ. 91 പ്രൊട്ടക്ഷൻ. ഇപ്പം ലൈഫിന് ഇപ്പം ഇത്രയും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു ഒട്ടും ആ നിമിഷം ചിന്തിക്കുന്നില്ല. കാരണം ഒത്തിരി പേർക്ക് അതൊരു ഹാംഫുൾ ആയിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് മാം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ ആൾക്കാർ അതിൽ നിന്ന് പിന്തിരിയാൻ വരുന്ന മെയിൻ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ അത് വേണോ വേണ്ടോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരും.
ആ തോട്ട് പ്രോസസ്സിൽ പലപ്പോഴും എന്താണ് ഒരു എർജ് ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങോട്ട് നമുക്കിപ്പോൾ നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിലേക്ക് ചാടിയെങ്കിൽ മാത്രമേ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. ആ തുടങ്ങി കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ട്. കാരണം മാമിനെ സംബന്ധിച്ചിടത്തോളം പേരൻസിൽ നിന്ന് അത് കിട്ടിയിരുന്നു. കൊച്ചുനാളിൽ പേരൻസിൻ്റെ കൂടെ പോയ സമയങ്ങളിൽ അത് സംഭവിച്ചിരുന്നു. ഇത് തോട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ തോട്ട്സ് കറക്റ്റ് ആണെങ്കിൽ ആൾക്കാർ ഇറങ്ങും. രണ്ടാമത്തേന്ന് പറയുന്നത് ക്രിറ്റിസിസമാണ്. നീ എന്തിനാ അതിന് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, നിനക്ക് വേറെ ഒരു പണിയില്ലേ, വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഭയന്ന് ഒരുപാട് ആൾക്കാർ എന്താണ് ഇതിൽ നിന്ന് പോകാറുണ്ട്. മറ്റൊന്ന് പറയുന്നത് തിക്ത അനുഭവങ്ങളാണ്. ഇപ്പം ഞാനൊരു സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു. അങ്ങനെ പോയ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ, എൻ്റെ വിപരീതമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്കുണ്ടായതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പിന്നീട് അതായത് എന്താണ്, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നീട് പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് ശരിക്കും ഒരു മനസ്സിൻ്റെ കപ്പാസിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ചില ആൾക്കാരെ നമുക്കറിയാം, അവർക്കൊരു തിക്താനുഭവം ഉണ്ടായാലും അവരെന്ത് ചെയ്യും? വീണ്ടും അത് ചെയ്യും. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കപ്പാസിറ്റിയാണ്. ഇനി ഇതിനകത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. അതായത് നമ്മുടെ വിശ്വാസം എന്താണ്? ഓക്കെ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്യുന്നത് അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസോട് കൂടി ഇത് ചെയ്ത് കഴിയുമ്പോൾ അത് നന്മയ്ക്കായി സംഭവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് 100% അത് ഭംഗിയായിട്ട് നടന്നുകൊള്ളും. അപ്പോൾ ഈ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. തീർച്ചയായും ഈ വിശ്വാസം നമ്മുടെ വിശ്വാസം, നമ്മുടെ സെൽഫ് ബിലീഫ്, അതൊന്ന്. സെക്കൻഡ്, ഇപ്പം ചില കാര്യങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല ഒരാളുടെ അടുത്ത് എടുത്ത് ചാടി ചെയ്യാൻ. ഐ എം ട്രെയിൻഡ്. ഞാനൊരു ലൈഫ് ഗാർഡാണ്, ലൈഫ് ഗാർഡാണ്. തോപ്പൻസ് അക്കാഡമി പാലായിൽ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാ. അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്തിട്ടുണ്ട്, സ്വിമ്മിങ് ചെയ്യും. ഇതെല്ലാം ചെയ്ത് ആ സ്കിൽ ഉണ്ടായിരുന്നോണ്ടാണ് റെസ്ക്യൂവിന് പോയത്. അല്ലാണ്ടെങ്കിൽ ഞാൻ റിലീഫിൽ തന്നെ ഇരുന്നേനെ. നമുക്ക് അതിനുള്ള ഒരു ചില കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ് വേണം. പിന്നെ വേറൊരു വലിയ മെയിൻ ഫാക്ട്, എസ്പെഷ്യലി എന്നെ പോലെ ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം. ഇപ്പം ഇല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നോട്ട് നെസസറി ഔട്ട്കം കിട്ടണം. എപ്പോഴും പോസിറ്റീവ് വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഔട്ട്കം ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പം ഒത്തിരി കല്ലേറുണ്ടാവും. ഞാൻ ഫ്ലഡ്സിന്റെ ടൈമിൽ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടെ ഒരു പോലീസുകാരനാണെന്ന് ഓർക്കണം. പോലീസുകാരൻ അവിടെ ഇരുന്നുകൊണ്ടും എൻ്റെ കൂടെ വന്ന പയ്യന്മാരെടുത്ത് പറയാ, ഈ പെണ്ണെന്താ ഈ ഒറ്റയ്ക്ക് നിങ്ങളുടെ കൂടെ ഇറങ്ങിയിരിക്കുന്നത്, ഇതിന് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ചോദിച്ചു. അപ്പൊ അവർക്ക് ദേ വർ ഫീലിംഗ് ബാഡ്. എൻ്റെ അടുത്ത് അത് പറയാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ അപ്പൊ അവരെൻ്റെ അടുത്ത് പെട്ടെന്ന് നടന്നു എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പെട്ടെന്ന് നടന്നു പോകുന്നത്? ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ അവർ പിന്നെ പറയാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതായിരുന്നു കാരണം. പക്ഷെ അതെന്നെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്തില്ല. ഞാൻ ഇത്രേ ഓർത്തുള്ളൂ, അദ്ദേഹത്തിന്റെ ഒരു തിങ്കിങ് അത്രേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ എക്സ്പോഷർ അത്രേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ നാളെ പറയത്തില്ല, ഞാൻ എന്തായാലും പോയല്ലോ, ഇനിയിപ്പോ നാളെ ഒപ്പീനിയൻ മാറും. അല്ല, അത് ശരിക്കും ഈ ഫാക്ടറി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിശ്വാസവും ഞാൻ എന്താ ചെയ്യണമെന്ന് നല്ല നമുക്കും ബോധ്യം ഉണ്ടാവണം. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഏത് ലെവലിൽ നിന്നാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാകുവാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട. അല്ല, അത് കാരണം പ്രത്യേകിച്ച് മാമിന്റെ പോലത്തെ ആൾക്ക് ഇതൊരു പൊളിറ്റിക്കൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ മറ്റുള്ളവർ പറയുന്ന എത്ര നന്മ ചെയ്താലും, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും മാം ഒരിക്കലും ഇത് ചാനലിൽ പറയാനൊന്നും ആഗ്രഹിച്ച ഒരു കാര്യമൊന്നുമല്ല. ഇത് ജസ്റ്റ് കാഷ്വൽ ടോക്കില് നമുക്ക് മാമിന് പേഴ്സണലി അറിയുന്നത് കൊണ്ട് ഈ പ്രേക്ഷകർ ഇതൊന്നും അറിയണം, അപ്പൊ ഞങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ മാം ഒരിക്കലും ഒരു കാര്യം കൂടി ജസ്റ്റ് സൂചിപ്പിച്ചോട്ടെ. ഇതിന്റെ കൂടെ ഈ മാം പറഞ്ഞത്, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തത്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് നന്നായിട്ട് യൂസ് ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു ലേഡിയുണ്ട്. കുട്ടി കിണറ്റി വീണ് കഴിഞ്ഞപ്പം ഇവർ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെടുത്ത് ചാടുന്നതിന് പകരം അവർ ഉടുത്തിരുന്നത് സാരിയാണ്.
ആ സാരി കംപ്ലീറ്റ് അഴിച്ചിട്ട് എന്ത് ചെയ്തു, അവരന്നേരം വേഗമൊന്നും വിചാരിക്കുന്നില്ല, കംപ്ലീറ്റ് അഴിച്ചിട്ട് കൊച്ചിനിട്ട് കൊടുത്തിട്ട് കൊച്ചിനെ പിടിപ്പിച്ചു. അതിനുശേഷം ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്താണ് ഈ കൊച്ചിനെ രക്ഷിക്കുക ചെയ്തത്. അവർ ശരിക്കും ഒരു വലിയ കോമൺ സെൻസ് അവിടെ ഉപയോഗിച്ച്. അതിന് പകരമായിട്ട് ഇവരെടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇവരുടെ ജീവനും പോകും, എന്താണ് ഈ കൊച്ചിന്റെ ജീവനും പോകും. അപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി പ്ലസ് കോമൺ സെൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുക. കാരണം ഇത് ചെയ്യാൻ നാളെ നമ്മളും വേണേ, വീണ്ടും വേണേ. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ വി ഗിവ് ആൻഡ് ഗിവ് ആൻഡ് ഗിവ്, ഇമോഷണലി ഭയങ്കരമായിട്ട് കൊടുക്കും, എവിടെ ലൈൻ ഡ്രോ ചെയ്യണോന്ന് അറിയില്ല. പക്ഷേ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ എത്ര സോഷ്യലി ആക്റ്റീവും എത്ര ഇതാണെങ്കിലും നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മുടെ ഫാമിലിനെ എഫക്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ എന്റെ ഫാമിലിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബാലൻസിങ് ആയിട്ട് വേണം പോകാൻ. ഫാമിലി വേണം, സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം, നമ്മുടെ പ്രൊഫഷൻ വേണം, എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് പറ്റുമ്പോഴാണ് അത് ഹെൽത്തി ആയിട്ട് മാറുന്നത്. ഇപ്പം പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആണോ ഇല്ലോ ഇങ്ങനെയൊക്കെ ഒരു സംശയങ്ങളൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ഓക്കെ ആം ഐ ഓക്കെ ഇൻ ദാറ്റ് മേഖല എന്ന് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ചില ടിപ്സ് ഒന്ന് പറയാമോ? ഓക്കെ, അതിലെനിക്ക് തോന്നുന്നു ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്നെയർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബേസിക്കലി ഒരു ചില സെന്റൻസുകൾ, ഈ സെന്റൻസുകൾ ഞാൻ ഒന്ന് വായിക്കാം. വായിച്ചു കഴിയുമ്പോൾ ഇതിനനുസരിച്ചാണോ നമ്മുടെ പെരുമാറ്റം എന്ന് നോക്കുമ്പോൾ ആലോചിക്കണം. ഓക്കെ, കഴിഞ്ഞ ആലോചിച്ചു കേട്ടോ. ഓക്കെ, ഗുഡ്. എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള പ്രശ്നങ്ങൾ എന്നെ കൂടി ബാധിക്കുന്നതാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തേത്, ഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നോർമലി ആൾക്കാർ എന്താ ചെയ്യുന്നത്, എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു തോന്നല്. മൂന്നാമത്തേത്, എന്നെ കൊണ്ട് മറ്റു മനുഷ്യർക്കും ഒപ്പം ഈ പ്രപഞ്ചത്തിന് മുഴുവനായും ഉപകാരമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതായത് എൻ്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മൊത്തമായിട്ട്. എനിക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ തോട്ട് പ്രോസസ്സിൽ അത് സാധാരണ രീതിയിൽ വരാറുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷത്തിൽ, രണ്ടുമുണ്ട്, ദുഃഖമുണ്ട് സന്തോഷമുണ്ട്, അതിൽ പങ്കുചേരുകയും നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. വേറെ ആൾക്ക് നന്മയുണ്ടാകുന്ന സമയത്ത് കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു അത് കണ്ടു കഴിയുമ്പോൾ. ഏറ്റവും അവസാനത്തേത്, സമൂഹ രാഷ്ട്ര പുരോഗതിയിൽ പങ്കുചേരുക എന്നത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചിന്തയ്ക്ക് കാരണമാവട്ടെ. ഇതിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ടിപ്സും. തീർച്ചയായിട്ടും മാമിനോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒത്തിരി വിശേഷങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യാൻ അടുത്ത ആഴ്ചയും മാം നമ്മോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം മാത്രം, പച്ചയായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുവാനും ദരിദ്രരിൽ, അനാഥരിൽ, ദുഃഖിതരിൽ, വേദനിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നമ്മുടെ സഹായ ഹസ്തം നീട്ടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം